ഹായ് ഹലോ. ഇന്നത്തെ ചെമ്പനീർ പൂവിൻ്റെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും കൂടി ക്ഷേത്രത്തിൽ എത്തുകയാണ്. എന്നിട്ട് തിരുമേനിയെ കാണുകയാണ്. തിരുമേനിയോട് ചന്ദ്ര പറയാണ്, ഇതാണ് കുട്ടിയെന്ന്. ശ്രുതി എന്നിട്ട് മനസ്സിൽ പറയാണ്, ഒരു കള്ളം പറഞ്ഞതിന് ഇത്രയും അനുഭവിക്കേണ്ടി വരുമെന്ന് കരുതിയില്ല എന്ന്. ചന്ദ്ര ചോദിക്കുന്നുണ്ട്, എന്താ ശ്രുതി എന്ന്. നീ എന്താ ഇങ്ങനെ മടിച്ച് നിൽക്കുന്നത്? നിന്റെ അച്ഛനെ ജയിലിൽ നിന്ന് ഇറക്കണ്ടേ? അതിനു വേണ്ടിയല്ലേ ഇതൊക്കെയെന്ന് പറയുകയാണ് ചന്ദ്ര. അങ്ങനെ പരിഹാര കർമ്മം തുടങ്ങുകയാണ്. അങ്ങനെ ചന്ദ്ര രേവതിയോട് പറയാണ്, കുടത്തിലെ വെള്ളം ശ്രുതിയുടെ തലയിൽ ഒഴിക്കേണ്ട ചടങ്ങ് നീയാണ് ചെയ്യേണ്ടത് എന്ന്. അങ്ങനെ 3 കുടത്തിലെ വെള്ളം തലയിലേക്ക് ഒഴിക്കുകയാണ്. ശേഷം ചന്ദ്ര ശ്രുതിയുടെ കഴുത്തിൽ തുളസിമാല അണിയുകയാണ്. നെറ്റിയിൽ ഭസ്മവും തേച്ച് കൊടുത്തു. എന്നിട്ട് ചന്ദ്ര പറയണം, അങ്ങനെ ആദ്യത്തെ ചടങ്ങ് കഴിഞ്ഞു, ഇനി അടുത്തതിലേക്ക് പോവാമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. എന്നിട്ട് ചന്ദ്ര പറയാണ് ശ്രുതിയോട് തൊഴുത് പ്രാർത്ഥിക്കാൻ. തൊഴുത് പ്രാർത്ഥിച്ച് കഴിഞ്ഞിട്ട് ശ്രുതി പറയാണ്, ഇനി വീട്ടിൽ പോവാം ആൻറ്റി, ഇനി മതിയെന്ന്. അപ്പോൾ ചന്ദ്ര പറയാണ്, കഴിഞ്ഞിട്ടില്ല, ഇനി 10 പ്രാവശ്യം ഏത്തം ഇടണം, അപ്പോൾ അതും കൂടി കഴിയട്ടെ എന്ന് പറയാണ്. അങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് ശ്രുതിയോട്. ശ്രുതിയാണെങ്കിൽ മടിച്ചു നിൽക്കുകയാണ്. ഒടുവിൽ ശ്രുതി മനസ്സോടെ ഏത്തം വിടാൻ ആരംഭിച്ചു. അതാണെങ്കിൽ ഇടയ്ക്കും തിലക്കുമൊക്കെ നിർത്തി അവൾ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പറയാണ്, ആൻറ്റി ഇനിയും പോകാം വീട്ടിലേക്ക് എന്ന്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ഞാൻ പോകാനാകുമ്പോൾ ഞാൻ പറയാം എന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോയിട്ട് അവളോട് പറയുന്നുണ്ട്, ഇവിടെ സാഷ്ടാംഗം നമസ്കരിക്കാൻ എന്ന് പറയാണ്. ശേഷം സച്ചി നീലിമയും കൊണ്ട് ക്ഷേത്രത്തിലെത്തുകയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട് നീലിമയോട്, ക്ഷേത്രത്തിൽ തൊഴുത് നിൽക്ക്, ഞാൻ ഇപ്പോൾ വരാമെന്ന്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാനും വരുന്നുണ്ട് എന്ന്. എന്നിട്ട് സച്ചി നീലിമയോട് പറയാണ്, വാ എൻ്റെ വീട്ടുകാരെ ഞാൻ പരിചയപ്പെടുത്താമെന്ന് പറഞ്ഞ് കൂട്ടിക്കൊണ്ട് പോവുകയാണ്. അപ്പോൾ തന്നെ നീലിമയ്ക്ക് ഒരു കോൾ വരികയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, ഞാൻ ക്ഷേത്രത്തിൽ പോയിക്കോട്ടെ എന്ന്. അപ്പോൾ നീലിമ പറയുന്നുണ്ട്, ഞാൻ വരുന്നില്ല, നീ പൊക്കോ, ഞാൻ കാറിൽ തന്നെ ഇരുന്നോളാമെന്ന്. അപ്പോൾ സച്ചി AC ഓണാക്കി കൊടുക്കുകയാണ് വണ്ടിയിൽ. പിന്നീട് അടുത്ത ചടങ്ങ് തുടങ്ങുകയാണ്. അത് കയ്യിൽ കർപ്പൂരം വെച്ച് കത്തിക്കുന്ന ചടങ്ങാണ്. അതിനാണെങ്കിൽ ശ്രുതി പേടിയായിട്ട് എനിക്ക് വേണ്ട, ഞാനത് ചെയ്യില്ല എന്നൊക്കെ പറയാണ്. അപ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് തന്നെ അങ്ങനെ തന്നെ ചെയ്യണമെന്ന് പറയാണ്. അപ്പോൾ രവി പറയുന്നുണ്ട്, ചന്ദ്ര അത് കയ്യിൽ വെച്ച് തന്നെ വേണോ, അത് തട്ടകത്തിൽ മതിയില്ലേ എന്നൊക്കെ പറയണം. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, അത് പോരാ, ഇതിന് ഒരു ഫലം കിട്ടണമെങ്കിൽ കയ്യിൽ തന്നെ വെച്ച് കത്തിക്കണമെന്ന് പറയാണ്. അങ്ങനെ ശ്രുതി എന്താ പറയുക, കരയണ മാതിരിയെല്ലാം കാണിച്ചിട്ട് ഇനിയിപ്പോൾ കയ്യിൽ തന്നെ കത്തിക്കാൻ സമ്മതിക്കുകയാണ് വിഷമത്തോടെ. അങ്ങനെ ചന്ദ്ര ശ്രുതിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു കർപ്പൂരം. എന്നിട്ട് അത് കൈ ചൂടാവണ്, പൊള്ളിയിട്ട് വയ്യ എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്നു എന്നൊക്കെ പറയാണ് ശ്രുതി. എന്നിട്ട് ഒടുവിൽ എങ്ങനെയെങ്കിലും കുറച്ച് നേരം കയ്യിൽ പിടിച്ചിട്ട് അതങ്ങോട്ട് തട്ടി മാറ്റി ശ്രുതി. അപ്പോൾ തന്നെ ശ്രുതി പറയുന്നുണ്ട്, വാ അമ്മ ഇനി വീട്ടിൽ പോവാമെന്ന് പറയാണ്. മതി, ഇതൊക്കെ മതി എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, മതി, കഴിഞ്ഞിട്ടില്ല, ഇനിയുണ്ട് ചടങ്ങ്, ഇനിയും ഉണ്ട് ചെയ്യാൻ കർമ്മങ്ങൾ എന്നൊക്കെ പറയാണ്. അടുത്ത പരിഹാരം ചെയ്യാനായിട്ട് ചന്ദ്ര ശ്രുതിയുടെ കൈ പിടിച്ച് വലിച്ചു കൊണ്ടുപോവുകയാണ്. ശേഷം സച്ചി പറയാണ്, അച്ഛാ ഇനി ഞാൻ പോവുകയാണ്, എന്നെ കാത്തൊരു മേഡം വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്, ഞാൻ അതിൻ്റെ ഇടയിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്, എനിക്ക് പോകണമെന്ന് പറയാണ്. അപ്പോൾ രവി സമ്മതിക്കുന്നില്ല. പരിഹാര കർമ്മം ചെയ്യുന്നതിൻ്റെ ഇടയിൽ ആരും പോകാൻ പാടില്ല, വീട്ടിലുള്ളവർ എല്ലാവരും വേണമെന്ന് പറയാണ്. അപ്പോൾ ശേഷം ശ്രുതി ഫോണിൽ സംസാരിച്ച് കൊണ്ട് ഇറങ്ങി വരികയാണ്. അതിനിടയിൽ നീലിമ ഫോണിൽ സംസാരിച്ച് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ശ്രുതിയെ കാണുകയാണ്. ശ്രുതി സംസാരിച്ച് കൊണ്ട് കാറിൻ്റെ അടുത്തേക്ക് വരികയാണ്. നീലിമയാണെങ്കിൽ ശ്രുതി കാണാതെ കാറിൻ്റെ അകത്തേക്ക് കയറിയിരിക്കുകയാണ്. പിന്നീട് അടുത്ത പരിഹാരകർമ്മമായിട്ട് ശ്രുതി ശയനപ്രദക്ഷിണമാണ് ചെയ്യുന്നത്. അതിനിടയിൽ സച്ചി പറയുന്നുണ്ട്, അച്ഛാ ഞാൻ പോയിക്കോട്ടെ എന്ന്, ഇനി ഞാനിവിടെ നിൽക്കണോ, എന്നെ കാത്ത അവിടെ നിൽക്കുകയാണ് എന്നൊക്കെ പറയണേ. അപ്പോൾ ഒടുക്കം രവി പറയുകയാണ്, എന്നാൽ നീ പോയിക്കോ എന്ന് പറയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.